നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ കൊല്ലവർഷം 1201 അതായത് ചിങ്ങം 1 തൊട്ട് തുടങ്ങുന്ന 2025-26 വർഷത്തെ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ കണ്ട ശേഷം അഭിപ്രായം എന്തായാലും അത് കമന്റ് രൂപത്തിൽ അറിയിക്കാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ ഈ മലയാള വർഷത്തിലെ പൊതുവായ വർഷഫലം എന്താണെന്ന് നോക്കാം. ഇവിടെ പറയുന്നത് പൊതുവായിട്ടുള്ള പ്രവചനം മാത്രമാണ്. ഓരോ വ്യക്തികളുടെയും ഗ്രഹനിലയെ ആശ്രയിച്ച് ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. ഈ വർഷം രോഹിണി നക്ഷത്രക്കാർക്ക് താരതമ്യേന നല്ല ഫലങ്ങൾ തന്നെയാണ് കാണുന്നത്. സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഫലം നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു വർഷമാണ്. വരുമാനത്തിൽ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. സ്വന്തമായി വീടോ ഭൂമിയോ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അതിനും അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം ചിലവുകൾ നിയന്ത്രിക്കാനും സാധിക്കും. പുതിയ നിക്ഷേപങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഭൂമി, വാഹനങ്ങൾ, സ്വർണം തുടങ്ങിയ കാര്യങ്ങളിൽ നിക്ഷേപിക്കുന്നത് ലാഭകരമാകും. അനാവശ്യമായ ധൂർത്തൊഴിവാക്കുന്നത് സാമ്പത്തികമായി ഉയരാൻ സഹായിക്കും. ഇനി നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ഫലങ്ങൾ എന്താണെന്ന് നോക്കാം. രോഹിണി നക്ഷത്രക്കാരിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും അംഗീകാരം ലഭിക്കും. ഇത് സ്ഥാനക്കയറ്റത്തിലേക്കും ശമ്പള വർധനവിലേക്കും നയിച്ചേക്കാം. അതുപോലെ തന്നെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല ലാഭം ഉണ്ടാകും. എങ്കിലും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ നന്നായി ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. ഇനി കുടുംബപരമായിട്ടുള്ള ഫലങ്ങൾ എന്താണെന്ന് നോക്കാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും സാധിക്കും. അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനും പുതിയ ബന്ധങ്ങൾ തുടങ്ങാനും സാധ്യത കാണുന്നു. വിവാഹിതരായവർക്ക് കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. ചെറിയ തർക്കങ്ങൾ ഉണ്ടായാൽ അത് സൗഹാർദ്ദപരമായി പരിഹരിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ വർഷം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. ചെറിയ രോഗങ്ങളെ പോലും അവഗണിക്കരുത്. ശരിയായ ഭക്ഷണക്രമം, വ്യായാമം, മതിയായ വിശ്രമം എന്നിവ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് അമിതമായി ജോലി ചെയ്യുന്നതുകൊണ്ടുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഫലങ്ങൾ എന്താണെന്ന് നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് നല്ല സമയമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. നല്ല മാർക്കുകൾ നേടാൻ സാധ്യതയുണ്ട്. ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾക്ക് അനുകൂലമായ സമയമാണ്. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും അവസരങ്ങൾ ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. രോഹിണി നക്ഷത്രക്കാർ നല്ല ഫലങ്ങൾക്കായി എല്ലാ ബുധനാഴ്ചകളിലും ഏകാദശി ദിവസങ്ങളിലും വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുന്നതും ഭാഗവതം പാരായണം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ദുർഗാദേവിയെ ആരാധിക്കുന്നതും നല്ല ഫലം നൽകും. കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാനായി ജാതകം പരിശോധിക്കേണ്ടതാണ്. ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് ഈ ഫലങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കാം.